രാമായണ മാസം ആരംഭിക്കുകയാണ്. ഇന്നു മുതൽ ഇനിയുള്ള 31 ദിവസം രാമനാമം കൊണ്ട് നമ്മുടെ അന്തരീക്ഷം മുഖരിതമാവാൻ പോവുകയാണ്. രാമൻ മനുഷ്യവംശത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി, മനുഷ്യനെ ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റുന്നതിന് വേണ്ടി നിലകൊണ്ട ഒരു വലിയ പ്രതീകമാണ്. വാൽമീകിയുടെ രാമനായാലും എഴുത്തച്ഛൻ്റെ രാമനായാലും മുന്നോട്ട് വയ്ക്കുന്നത് മാനവികതയുടെ ഏറ്റവും മനോഹരമായ രൂപമാണ്. രാമായണം എന്ന ഇതിഹാസം നമ്മോട് ആവശ്യപ്പെടുന്നത് ഏറ്റവും നല്ലൊരു മനുഷ്യനായി മാറാനാണ്. ഒരുപക്ഷെ എല്ലാ വർഷവും കർക്കിടക മാസം രാമായണം വായിക്കുന്നതിലൂടെ നാം ആഗ്രഹിക്കുന്നതും ഈ ഒരു പരിവർത്തനം തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങൾ രാമനാമത്തിലൂടെ പരിവർത്തനത്തിൻ്റേതായ ഒരു മാർഗത്തിൽ സഞ്ചരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലൂടെ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാർ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേ.
വാണിടുകനാരദമെന്നുടെ നാവു തന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്തേണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവസുത നന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണു തൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വന്ദിക്കുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി തൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവൻ വന്ദിക്കുന്നേ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനപാം സുസഞ്ജയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരിക്കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വര ശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാമാദ്യനായുള്ളൂരു ഞാൻ. വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിടുന്നേൻ. വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം. മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള അജ്ഞാനത്തെയും അന്ധകാരത്തെയും മാറ്റാനുതകുന്ന ശാസ്ത്ര സംഹിതകൾ രാമായണത്തിലുണ്ട് എന്ന് ഇതിൻ്റെ ആരംഭം മുതൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മനുഷ്യ മനസ്സിൻ്റെ എല്ലാ മാലിന്യങ്ങളെയും മാറ്റി തീർത്തുകൊണ്ട് ഏറ്റവും നല്ല വ്യക്തിയായി ഇവിടെ ജീവിക്കാൻ ഉതകുന്ന ഒരു പദ്ധതി രാമായണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മുടെ വേദങ്ങളും വേദാംഗങ്ങളും എല്ലാ ശാസ്ത്ര സത്യങ്ങളും രാമായണത്തിൽ ഉണ്ട് എന്ന് ഈ ഭാഗത്തിൻ്റെ പാരായണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എല്ലാ ദേവകളെയും സ്തുതിച്ചുകൊണ്ട് ഗുരുഭൂതന്മാരുടെ അനുഗ്രഹം നേടിക്കൊണ്ട് രാമകഥ പാടാൻ കവി പുറപ്പെടുകയാണ്. സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിർതി ജലപതി തരസാ സദാഗതി സതയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി
സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി ഖേടാനാം പതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണം അകമേ സുഖമേ ജ്ഞാനനിശം വന്ദിക്കുന്നേ. അഗ്രജൻ മമ സതാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാം ദേവാസികളോടും ഉൾക്കുരും നിങ്കൽ വാഴ്ക രാമനാം ആചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാവിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ധാത ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തൻ നാവിന്മേൽ വാണിയിടിനാൾ. രാക്ഷസനെ മനുഷ്യനാക്കി മാറ്റിയിടുന്ന, പൂർണ്ണമായും ട്രാൻസ്ഫോർമേഷന് അനുവദിക്കുന്ന, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് രാമായണം എന്ന് ആദ്യം തന്നെ പറഞ്ഞു വയ്ക്കുകയാണ്. രാക്ഷസനിൽ നിന്നും മനുഷ്യനിലേക്കുള്ള മാറ്റം ചെറുതല്ല. ആ മാറ്റത്തിനുതകുന്ന ശാസ്ത്രവിധികളാണ് മനുഷ്യൻ്റെ പൂർണ്ണമായ മാലിന്യങ്ങളെ നീക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് രാമായണം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ഈ ഭാഗത്ത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. വാണീടുകൗവണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്ന തോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലെ അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ദിഗ്ധമി ജന്മം കൊണ്ടേ. എന്താണ് രാമായണം വായിച്ചാലുള്ള ഗുണം? ആ ചോദ്യത്തിന് ഉത്തരം ആദ്യ ഘട്ടത്തിൽ തന്നെ രാമായണം നൽകുന്നുണ്ട്. ഏറ്റവും വലിയ ജ്ഞാനമാണ് അധ്യാത്മജ്ഞാനം. അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതജ്ഞാനം ഇതി പ്രോക്തമജ്ഞാനം യതദോന്യഥ എന്ന് ഗീതയും പറയുന്നുണ്ട്. ഏറ്റവും മഹത്തായ അധ്യാത്മജ്ഞാനത്തെ പൂർണ്ണമായും പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം. അത് വായിക്കുന്നതിലൂടെ മൃത്യുവിനെപ്പോലും മറികടക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമ്മിലുണ്ടാവും എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ദിഗ്ധമി ജന്മം കൊണ്ടേ. ഒരൊറ്റ ജന്മം കൊണ്ട്, മനുഷ്യനായി കിട്ടിയ ഈ ഒരു അവസരം കൊണ്ട് തന്നെ മുക്തിക്കുള്ള എല്ലാ സാധ്യതയും രാമായണം തുറന്നു വെക്കുകയാണ്. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവനെത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. അത് കേൾക്കണമെങ്കിൽ ഒരൊറ്റ വ്യവസ്ഥ മാത്രമേ ഉള്ളൂ, ഭക്തി ഉണ്ടാവണം. അല്ലെങ്കിലും ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റെല്ലാ ഗുണങ്ങളും നമുക്ക് താനേ വന്നുകൊള്ളും. രാമായണവും നമ്മോട് ആവശ്യപ്പെടുന്നത് ഭക്തി ഉണ്ടാവണം എന്ന് മാത്രമാണ്. രാമായണം പാരായണം ചെയ്യുന്നതും ഭക്തി സമ്പൂർണമായ മനസ്സുകൊണ്ടായിരിക്കണം. അത് കേൾക്കുന്നതും അങ്ങനെ തന്നെ ആവണം. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവനെത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. ബുദ്ധിയില്ലാത്ത ആളുകളാണെങ്കിൽ, എന്തെല്ലാം പ്രയാസങ്ങളുള്ള ആളാണെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ മറികടക്കാൻ രാമായണം സഹായിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം
ദുഗ്ധാഗ്നിമധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനുതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ. ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും തരണം ചെയ്ത് ശാന്തിപൂർണമായ ഒരു ജീവിതത്തെ ലക്ഷ്യം വയ്ക്കുന്ന എല്ലാവർക്കും ഉപാസിക്കാവുന്ന മഹത്തായ ഒരു അധ്യാത്മ ഗ്രന്ഥമാണ് രാമായണം എന്ന് വരുന്നു. ആ ഒരു കാഴ്ചപ്പാടോടെ തന്നെ നമ്മൾ ഏവരും രാമായണത്തെ സമീപിക്കണം. ഉമാമഹേശ്വര സംവാദം. കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഫാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വരാ പോറ്റി, സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശ ചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. ഇപ്പോൾ ദേവി തന്നെ പറയാണ് പരമേശ്വരനോട്, പാർവതീദേവി പറയാണ്, എനിക്ക് രാമകഥ കേൾക്കണമെന്നുണ്ട്. എന്നോട് അല്പമെങ്കിലും കാരുണ്യം അകതാരിലുണ്ടെങ്കിൽ അങ്ങ് രാമകഥ പറഞ്ഞു തരണമെന്നാണ്. അത്രയും രഹസ്യമായുള്ള ഒന്നാണ് രാമകഥ, അത് വ്യക്തമാക്കി തരണം എന്ന് പാർവതീദേവി പരമേശ്വരനോട് പറയാണ്. കാരുണ്യമെന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതവണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപതേ. മറ്റെല്ലാ ജ്ഞാനത്തെക്കുറിച്ചും എനിക്ക് ധാരണയുണ്ടായിട്ടുണ്ട്, അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങയിൽ നിന്നും എല്ലാ ജ്ഞാനവും ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. വിവിധ വിജ്ഞാന ശാഖകളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എനിക്കറിയേണ്ടത് രാമതത്വമാണ്, അതങ്ങ് പറഞ്ഞു തന്നാലും. ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ. പാർവതീദേവി പറയുന്നൊരു വാക്യമുണ്ട്. മഹേശ്വരനോട് പറയാണ്, ഞാൻ അതിന് പാത്രീഭൂതിയാവാൻ യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരണമെന്നാണ്. അപ്പോൾ രാമകഥയെക്കുറിച്ച് അറിയാൻ, രാമതത്വത്തെക്കുറിച്ച് അറിയാൻ കുറച്ച് യോഗമുണ്ടാവണം, ഭാഗ്യമുണ്ടാവണം, ചില യോഗ്യതകൾ ഉണ്ടാവണം എന്ന് വരുന്നു. അതെന്താണ് നമുക്ക് നോക്കാം. കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണമാരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊല്ലുവാൻ. ഈശ്വരീ കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം
ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ഇത് കേട്ട നേരത്ത് പരമേശ്വരൻ ഏറ്റവും സന്തോഷത്തോടു കൂടി, കാരണം രാമകഥയെക്കുറിച്ചറിയാൻ, രാമതത്വത്തെക്കുറിച്ചറിയാനുള്ള ജിജ്ഞാസ ഉള്ളിലുണ്ടാവണമെങ്കിൽ അത്യന്തം ഭക്തി ഉള്ളിൽ രൂപപ്പെട്ടു വരണം. അത് പാർവതിയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് കണ്ട് വളരെ സന്തോഷത്തോടു കൂടി കൈലാസനാഥൻ അത് പറയാൻ പോവാണ്. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. അപ്പോൾ എന്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ യോഗ്യത? രാമതത്വം അറിയാനുള്ള ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് ഭക്തിയാണ്. നിരതിശയകരമായ ഭക്തി. ഈശ്വരൻ എന്ന് പറയുന്ന സത്യത്തെ ഉപാസിച്ചുകൊണ്ട് എല്ലാ തിന്മകളെയും മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ തന്നെ ഉള്ളിൽ സത്യത്തെ കണ്ടുകൊണ്ടുള്ള ഒരു ഭാവം, ഭക്തി. അതുണ്ടായിക്കഴിഞ്ഞാൽ ഈശ്വരനെ അടുത്തറിയാം. ഈശ്വരനെ അറിയാനുള്ള ഒരു യോഗ്യത, ഒരേ ഒരു യോഗ്യത ഭക്തിയാണ്. ശ്രീരാമദേവതത്വം കേൾക്കേണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തീല, ഞാനും നിന്നാണെ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൂരു പരമാർത്ഥതത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. ശ്രീരാമപാദാംബുജം വന്നിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. എല്ലാം വ്യക്തമായി ചുരുക്കി പറഞ്ഞു തരാം എന്ന് പരമേശ്വരൻ പാർവതി ദേവിയോട് പറയാണ്. ആരാണ് രാമൻ? ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി, പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ, പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ, ഗുരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം, ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ, അദ്വയൻ ആദ്യനജനവ്യയനാത്മാരാമൻ, തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ, മാനുഷനെന്നു കൽപ്പിച്ചിടുവോർ അജ്ഞാനികൾ മാനസം മായാതമസംവൃതമാകമൂലം. രാമൻ മനുഷ്യനാണ്, പക്ഷേ രാമൻ കേവലം മനുഷ്യനാണ് എന്ന് ധരിച്ചു വെക്കുന്നവർ അബദ്ധധാരണയുള്ളവരാണ്. രാമൻ അതിനപ്പുറത്തൊക്കെ വലിയ മനുഷ്യൻ, സാധാരണ മനുഷ്യനിൽ കവിഞ്ഞ് വലിയ മനുഷ്യത്വമുള്ള, ദൈവത്തോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരാളാണെന്ന് വരുന്നു എന്ന സൂചനയാണ് പരമേശ്വരൻ പാർവതീദേവിക്ക് നൽകുന്നത്. മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസംവൃതമാകമൂലം, സീതാരാഘവമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. രാമൻ്റെ ഈ കഥ കേൾക്കുന്നത് തന്നെ ജീവിതമോക്ഷത്തിന്, കൈവല്യത്തിനുതകുന്ന ഒരു കാര്യമാണെന്ന് പരമേശ്വരൻ പറയാം. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി, ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു ദേവിയുമനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യപുക്കഭിഷേകവും ചെയ്തു. സത്താമാത്രാത്മാ സകലേശൻ അവ്യയൻ നാഥൻ, മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗശ്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു നിർമ്മല മണിലസൽ കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലാം മാറുഭക്ത്യാ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി. മന്ദഹാസവും പൂണ്ടു
സീതയോടരുൾ ചെയ്തു സുന്ദരരൂപേ, ഹനുമാനെ നീ കണ്ടായല്ലി നിന്നിലും എന്നിലും ഉണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദമായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെയൊഴിച്ചൊന്നിലും ഒരു നേരവും ആശയുമില്ലയല്ലോ. ഹനുമാനെ കാണിച്ചുകൊണ്ട് ഹനുമാനെക്കുറിച്ച് പരമേശ്വരൻ പറയുന്നൊരു വാചകമുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് കഴിയുമെങ്കിൽ ഏറ്റവും ഉത്തമമായി സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലി നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദമായുള്ളൊരു ഭക്തിനാഥേ. അതാണ് ഏതു നേരവും ഈശ്വരനെക്കുറിച്ചുള്ള ജിജ്ഞാസ. അത് ഉടലെടുത്തു കഴിഞ്ഞാൽ അതാണ് പൂർണ്ണ ഭക്തി എന്ന് പറയുന്നത്. നിർമ്മലൻ ആത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ നിർമ്മമൻ, നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കേണമിപ്പോൾ, ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ, ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ, ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനിടോ. ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ, ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം, നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം, നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം, സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം, ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും. എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ളവണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ. സീത ഹനുമാന് രാമതത്വം ഉപദേശിച്ചു കൊടുക്കുകയും അതിനുശേഷം സീതാതത്വം എന്താണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഭാഗത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. രാമതത്വം അറിയണമെന്ന ഹനുമാന്റെ ജിജ്ഞാസയ്ക്ക് സീതാദേവി മറുപടി പറയുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇന്നത്തെ പാരായണം ഉപസംഹരിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ.